എത്തിച്ചേരി ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ എയർപോർട്ടിനകത്തുനിന്ന് പുറത്തേക്ക് കാറിൽ കയറി അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കന്റോൺമെന്റ് ഹൗസിലേക്ക് പോകുമോ, അവിടെ നിന്ന് ഫ്രഷായ ശേഷം ആയിരിക്കുമോ സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നത് സംശയമുണ്ട്. കാരണം 9:30 ഇനി അധികം സമയമില്ല, കഷ്ടിച്ചൊരു അരമണിക്കൂർ കൂടിയേ ഉള്ളൂ. ഒരു പക്ഷേ അദ്ദേഹവും നേരെ സ്റ്റേഡിയത്തിലേക്കായിരിക്കും പോവുക. വിമാനം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ദേശീയ നേതാക്കൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറത്ത് കർശന സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ദേശീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുണ്ട്, വയനാട് MP പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി. അമ്പലപ്പുഴയുടെ കോൺഗ്രസ് ആലപ്പുഴ ഒരു സീറ്റ് ഉണ്ടായിരുന്ന UDF ഇപ്പോൾ 6 സീറ്റായിട്ട് മാറി. UDFന്റെ ഒരു തരംഗം തന്നെ ഉണ്ടായി ഇത്തവണ. ആ ജനങ്ങൾ നിലവിലുണ്ടായിരുന്ന ഭരണത്തിനെതിരായിട്ട് വിധി എഴുതി. CPMന്റെ നേതൃത്വത്തിൽ കുറെ ആളുകളുടെ തെറ്റായിട്ടുള്ള നിലപാടുകളും അഹങ്കാരവും ഇതിന് വഴിവെച്ചു. CPMൽ തന്നെ CPM നേതൃത്വത്തിനെതിരെ വിമർശനം ഇന്നലെ PBയിലും ഒപ്പം തന്നെ ഒക്കെ ഉണ്ടായി. ഞാൻ PBയിലില്ല, അതുകൊണ്ട് അവരൊരു ശൈലി മാറ്റം കൊണ്ടത് പ്രശ്നം തീരത്തില്ല. ഈ രീതികൾ മുഴുവൻ മാറ്റണം അവർ. അതിനവർക്ക് കഴിയുമോ എന്നുള്ളത് ദൈവം തമ്പുരാൻ അറിയാം. മുൻ മന്ത്രിയും അമ്പലപ്പുഴയിലെ നിയുക്ത MLAയുമായ G സുധാകരന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. പ്രധാനപ്പെട്ട നേതാക്കൾ MLAമാർ ഓരോരുത്തരായി സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേദി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. വേദി മാത്രമല്ല, വേദിയും സദസ്സും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. സദസ്സ് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുൻനിര എന്ന് പറയുന്നത് VIPകൾക്കും VVIPകൾക്കും ഉള്ളതാണ്. അതിന് തൊട്ടുപുറകിലായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക്, MLAമാർക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 25,000-ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, അതിലുമൊക്കെ എത്രയോ ആളുകൾ, ജനങ്ങൾ അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനായി അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അധികം വൈകാതെ തന്നെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ കാറിൽ അവിടേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദേശീയ നേതാക്കൾ കൂടി, പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളായ നേതാക്കൾ കൂടി എത്തിച്ചേരേണ്ടതുണ്ട്. അതിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമുണ്ട്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗും നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതൊക്കെ എന്തായാലും ഒരു 10 മണിക്ക് അടുപ്പിച്ച് മാത്രമേ ഉണ്ടാകാൻ ഇടയുള്ളൂ എന്നാണ്. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ആളുകളെ വിശദമായി തന്നെ പരിശോധിച്ച്, പാസ്സൊക്കെ പരിശോധിച്ച് മാത്രമാണ് ആളുകളെ എന്തായാലും അകത്തേക്ക് കടത്തിവിടുകയും ചെയ്യുന്നത്. സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, ചീഫ് മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കുന്നത് കാണാനായുള്ള കാത്തിരിപ്പാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരുന്ന് ജനങ്ങളെ മനസ്സിലാക്കി, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി അവർ പ്രവർത്തിക്കുകയായിരുന്നു.